നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കുറച്ച് സാരീസാണ് കാണിക്കുന്നത്. ഇപ്പം ഈ ഓഫ് വൈറ്റ് ക്രീം ഇങ്ങനത്തെ സാരികൾക്കൊക്കെ വലിയ ഡിമാൻഡ് ഏറിയ ടൈമാണ്, ഒരു സമയമാണ്. ഒന്നാമത് ഓണം വരുന്നു, രണ്ടാമത് ഈ അങ്ങനത്തെ സാരികൾ ലൈറ്റ് ഷെയ്ഡിനോടും പേസ്റ്റൽ ഷെയ്ഡിനോടും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഉള്ള ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് അല്ലാതെ ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മുടെ മൊഡാള്, സെമി സിൽക്ക് ഇങ്ങനത്തെ സാരീസ്, ഇങ്ങനെ പല സെമി ലിനൻ ഇങ്ങനത്തെ സാരീസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇത് സെമി ലിനൻ്റെ ഇത് കണ്ടോ, ഈ മോഡലിനോട് സാദൃശ്യമുള്ള ഒരു സാരി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വൈറ്റിൽ ഇങ്ങനെ ഡാർക്ക് ഫ്ലോറൽ പ്രിന്റ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ കണ്ടാൽ ഒരു നല്ലൊരു വൃത്തിയാണ്, ഭയങ്കര ഒരു നല്ലൊരു ലുക്കാണ്. ഇടുന്ന സാരി ഉടുത്തേക്കുന്ന ആളെ കണ്ടാൽ നമുക്ക് തന്നെ ഒരു പ്രസരിപ്പ് തോന്നും. അവർക്ക് ഒരു നമ്മളിപ്പോൾ എത്ര ഡള്ളായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും അങ്ങനത്തെ ഡ്രസ്സാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈറ്റും അതിൻ്റെ ഡാർക്ക് കോമ്പിനേഷനും കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ എത്ര ഡള്ളാണ്, നമ്മളിപ്പം മെന്റലി ചിലപ്പം ഭയങ്കര ഡള്ളായിരിക്കും, ഒട്ടും ഇതല്ലായിരിക്കും. പക്ഷെ അത് നമുക്ക് നമ്മുടെ മനസ്സിലാകരുത്, മറ്റുള്ളവർക്ക് മനസ്സിലാകരുതാണ് മെജോറിറ്റി ആൾക്കാർ. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ചെറിയ ട്രിക്കിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സാരീസ് കൊടുത്താൽ മതി എന്നാണ് ഒരു കൗൺസിലറായ എൻ്റെ ഉപദേശം. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. നമ്മൾ ഡള്ളായിട്ടിരിക്കുകയാണ്, നമ്മൾ അങ്ങനത്തെ ഡ്രസ്സും കൂടി ഇട്ടാൽ നമ്മൾ കുറെ കാണുന്നവരും കൂടെ ചോദിക്കാൻ തുടങ്ങും, എന്ത് പറ്റി. അപ്പൊ നമ്മൾ പിന്നെയും കുറച്ചും കൂടെ, അപ്പൊ നമുക്ക് തോന്നും നമുക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ശരിക്കും പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറെ കൂടെ മെന്റലി അങ്ങ് ഡൗൺ ആയി പോകും, അല്ലെ? അപ്പൊ അതുകൊണ്ട് ലേഡീസിനൊക്കെ എല്ലാ മാസത്തിലും ഓരോ സമയത്ത് പീരീഡ് സമയത്ത് അങ്ങനെയൊക്കെയുള്ള സമയത്തെല്ലാം ഒരു ഡൗൺ ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇച്ചിരി കൂടെ ആ ഡൗൺ ഫീലിങ്ങിനെ എടുത്ത് കാണിക്കാതെ ഡ്രസ്സ് ധരിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഇതിന്റെ മുന്താണി കേട്ടോ, ഈ കാണുന്നത്. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മുന്താണി, ഇതേ കൂടെ ഒരു ത്രെഡ് പോയിരിക്കുന്നുണ്ടോ, ഒരു മെഷീൻ വർക്കിൽ ഒരു ത്രെഡ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സാരിക്ക് ഒരു കുറച്ച് വില ഫീൽ ചെയ്യിക്കും. എന്നാൽ ബഡ്ജറ്റ് റേറ്റേ ഉള്ളൂ, കാരണം ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ഇതിന്ന് തരുന്നത്. ഈ ബ്ലൗസ് കാണിച്ചിട്ട് ബ്ലൗസ് ഫ്ലോറലായിരിക്കും. അതെ, ഉണ്ടോ, ചെറിയ ഫ്ലോറലാണേലും അതിൽ കൂടെ നിങ്ങൾ നോക്കുക, ഇതിൽ കൂടെ ഇങ്ങനെ ആ ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്ക് പോയിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ്. നല്ല ഒരു സാരിക്ക്, അതാ ഞാൻ പറയും, കുറച്ചും കൂടെ ഒരു വില ഫീൽ ചെയ്യിക്കും അങ്ങനത്തെ ത്രെഡ് മെഷീൻ വർക്ക് പോയിരിക്കുന്നത്. സാരിയിൽ ഇങ്ങനെയാണ് സാരി, കണ്ടോ, ഇതാണ്ട് സാരി. കുറച്ച് അടുത്തും കാണിക്കണം, അടുപ്പിച്ചും കാണിക്കണം കേട്ടോ. ഈ കളറുള്ള ബ്ലൗസ് ഇതിനിടുകയാണെങ്കിൽ നല്ലതാ. ഇതിന്റെ സെയിം ബ്ലൗസ് ഇടുകയാണെങ്കിൽ നല്ലതാ. ഇവിടേക്ക് വന്നിട്ട് ഒരു ഗ്രേയിഷ് ആൻഡ് സിൽവർ ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഗ്രേയിഷ് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ലതാ. പക്ഷെ എപ്പോഴും എടുപ്പ് ഈ കളർ ബ്ലൗസ് ഇടുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുക. കാരണം അതൊരു നമ്മളൊക്കെ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്തു പോരുന്ന ഒരു മോഡലല്ലേ, ഡ്രസ്സിലെ ഡിസൈൻ്റെ കളറുള്ള കോൺട്രാസ്റ്റ് ബ്ലൗസ് എന്ന് പറയുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1390 ആണ് ഇപ്പോഴത്തെ റേറ്റ്, 899. ഇനി ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും വൈറ്റിന് കൊണ്ട് നടക്കാൻ ഞാൻ ഉൾപ്പെടെ, എനിക്കൊക്കെ ഒരു ദിവസം എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് പക്ഷെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പറ്റിക്കും, അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതാണ്ട് അതിന്റെ കോൺട്രാസ്റ്റ്. അപ്പം മുമ്പ് കാണിച്ചതിന്റെ കോൺട്രാസ്റ്റ് നല്ല പറയുന്നത്. ഈ സാരി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കാണുമായിരിക്കും. അയ്യോ എന്തോരം ഡിമാൻഡായിരുന്നു. നല്ല ജെറ്റ് ബ്ലാക്കിൽ ഇങ്ങനെ കോൺട്രാസ്റ്റ് വർക്ക് വന്നിട്ട് ഇതേ കൂടെ ആ ഫ്ലോറലിന്റെ സൈഡിൽ കൂടി ഡിസൈൻ പോലെ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുക, കണ്ടോ, നല്ല ഭംഗിയാണ്. നല്ലൊരു ഡിസൈനർ സാരിയുടെ ലുക്ക്. സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വന്നിട്ട് ഇത് വരും ബ്ലൗസ്, കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ഈ കോമ്പിനേഷൻ നിങ്ങൾ നോക്കുക. ബോഡിയിലെല്ലാം ഈ താഴത്തെ ബോർഡറിൽ മാത്രമാണ് ഈ ഒരു വർക്ക് വരുന്നത്. ബോഡിയിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ബൂട്ടാസ് പോലെ കുറച്ച് ഫ്ലോറൽ വർക്കേ ഉള്ളൂ. ബ്ലൗസ് വരുമ്പോൾ നിറഞ്ഞ് ഫ്ലോറൽ വർക്ക്, നല്ലൊരു ഭംഗിയായിരിക്കും, നല്ലൊരു രസമായിരിക്കും കേട്ടോ. ഇനി അതല്ല, അങ്ങനെ വേണമെങ്കിൽ ഇടാം. ഒരു ഇഷ്ടം, നമ്മുടെ മനസ്സിന്റെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് ഇതാണ് മുന്താണിയെ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും കാണും. ടീൽ ബ്ലൂ കാണും, പീച്ച് കാണും, പിന്നെ ബ്ലാക്ക് തന്നെ കാണും. അങ്ങനെ ഏത് കളർ വേണമെങ്കിലും ഇടാം. യെല്ലോ കാണും, അങ്ങനത്തെ ഏത് കളർ വേണമെങ്കിലും ഇടാം. ഇതൊന്നും അല്ലെങ്കിൽ റെഡിമെയ്ഡ് ബ്ലൗസ് ഞാൻ കഴിഞ്ഞ ദിവസം പ്ലെയിൻ ബ്ലൗസുകൾ കുറേ കാണിച്ചില്ലായിരുന്നോ, അതൊക്കെ വാങ്ങിച്ചവർക്ക് നല്ലതാണ്. ഇങ്ങനത്തെ സാരീസ് ഉണ്ടെങ്കിൽ അത് പ്ലെയിൻ ബ്ലൗസ് ഞാൻ അന്നേരം പറയുമായിരുന്നു, അവിടെ പ്രിന്റ് ഉള്ള സാരീസ് ഇത് വേണമെന്നല്ല. അങ്ങനത്തെ ബ്ലൗസ് വാങ്ങിച്ചവരുണ്ടെങ്കിൽ ഈ സാരീസിനെ 3-4 വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ബ്ലൗസുകൾക്ക് എല്ലാം മാറ്റി ഇടാം. പിന്നെ ഇപ്പൊ കാണിച്ചതിന്റെ തന്നെ മറ്റൊരു കളറ് കണ്ടോ, ഇതിപ്പോ ഒരു ലൈറ്റ്
ലാവണ്ടർ ഷെയ്ഡാണേ. ലാവണ്ടറും ലൈറ്റ് ലാവണ്ടറും ഡാർക്ക് പിങ്ക് പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളറും. എന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ത്രെഡാണ് പോയിരിക്കുന്നത്. അടുപ്പിച്ച് കാണിച്ചേ. കളറല്ല, ഈ ഒരു വർക്ക് കാണാൻ നല്ല ആണോ? കൈ കൊണ്ട് സൂം ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ലല്ലോ. എൻ്റെ വിചാരം ഇങ്ങനെ ക്യാമറ അടുത്ത് വരണം എന്നാ. ഇതാണ് ഇതിൻ്റെ താഴത്തെ ബോർഡർ. ഇത് കണ്ടോ? ഈ ഒരു ഇതാണ് താഴത്തെ ബോർഡർ കേട്ടോ. ആ ഫ്ലോറൽ പ്രിന്റിൽ കൂടെ ത്രെഡ് ചെയ്തിരിക്കുക മൊത്തം. ബോഡിയിൽ വരുമ്പം അവിടെ ബൂട്ടാസ്, മേളിലും അത് തന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ? മേളിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ 3 സാരിയും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ടെങ്കിലും ഒരേ പാറ്റേൺ അല്ല കേട്ടോ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വ്യത്യാസമുണ്ട്. ചിലതിന് താഴെ മാത്രമേ ഉള്ളൂ, ചിലതിന് 2 സൈഡിലും ഉണ്ട്. അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് കേട്ടോ. ഇതാണ് മുന്താണി വരുമ്പം വരുന്നത്. ഇത് അകത്തേക്ക് പോകുന്ന ഭാഗത്ത് ഈ ത്രെഡ് ചെയ്തിട്ടില്ലേ, പുറത്തുള്ള ഭാഗത്ത് മാത്രം ഈ മെഷീൻ ത്രെഡ് ചെയ്ത്. നല്ല ബ്ലൗസ് അല്ലേ? നല്ല ബ്ലൗസ് ആയിരുന്നു. ഈ ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഇതും ചേരും, പിങ്ക് പീച്ച് മിക്സ് ആയിട്ടുള്ള ഈ ഒരു കളറും ചേരും. ഇതിന് അത് കാണിച്ചില്ലല്ലോ. ഇപ്പൊ കാണിച്ച സാരിയുടെ തന്നെ വൈറ്റ് കണ്ടോ? ഈ സാരി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഒത്തിരി ചിലവായ സാരി, എന്തോരം ആൾക്കാർ വാങ്ങിച്ച സാരിയാണെന്നറിയാവോ? അന്ന് എനിക്ക് തോന്നുന്നു ഇതിന്റെ വില 1100 ആയിരുന്നോ 1199 അങ്ങനെ ഏതാണ്ട് ഡേറ്റ്. ഇപ്പോഴത്തെ റേറ്റ് 899 ഉള്ളൂ കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചെണ്ണം. ചിലതിന് മാത്രം ഒന്നിലധികം പീസുണ്ട്, ചിലതിനൊക്കെ ഒറ്റ പീസ് വെച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് ഇത്. അത് ഇവ നമ്പർ കൂട്ടി വേണേ സ്ക്രീൻഷോട്ട് എടുക്കാനേ. ഇവത്തെ വരുമ്പോൾ എടുത്ത് നിൽക്കുന്ന കളറ് പിങ്ക് ആണ്. അടുത്ത സാരി ഇവത്തെ നിൽക്കുമ്പോൾ എടുത്ത് നിൽക്കുന്ന കളറ് പീച്ച് ആണ്. പീച്ചിന്റെ 2 ഷെയ്ഡ്സ് കണ്ടോ? നല്ല സാരി കേട്ടോ. ഇതിന് ഞാൻ ഞാൻ എപ്പോഴും സാരീസ് ചൂസ് ചെയ്യുന്നതിനകത്ത് ഒരു ഏജ് ബാർ ഇല്ല. ഇന്ന പ്രായമുള്ളവര് പ്രായമില്ല, വളരെ ചുരുക്കമായിട്ട് അങ്ങനെ എടുക്കും. അങ്ങനെയുള്ള കസ്റ്റമേഴ്സും ധാരാളം വരാറുണ്ടല്ലോ. പിന്നെ വണ്ണം പൊക്കം എല്ലാവർക്കും ചേരണം, കളർ അങ്ങനെയൊന്നും സാരിയെ ബാധിക്കരുത് എന്നുള്ള രീതിക്കാണ് സത്യമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. എല്ലാവർക്കും പറ്റണം. ഇതാ അടുത്ത സാരി. ഇത് ഭയങ്കര ഡിമാൻഡോടുകൂടി ഞങ്ങൾക്ക് സെയിലായ സാരിയാണ്. 100 കണക്കിന് എണ്ണം പോയിട്ടുണ്ട് ഈ സാരിയുടെ. ഒത്തിരി എണ്ണം റീസ്റ്റോക്ക് പല തവണ വന്നു. ഇപ്പൊ ഇതിൻ്റെത് 2-3 പീസും കൂടെ കൊണ്ട് മിച്ചുള്ളൂ. നല്ല നെറ്റ് കോട്ടയില് എംബ്രോയിഡറി വർക്ക് ചെയ്ത സാരീസ് കണ്ടോ? സാരീസ് അല്ല, സാരി. എന്നിട്ട് താഴെ ഫുള്ള് നല്ല നല്ല ലേസ്, നല്ല ക്വാളിറ്റി ഉള്ള ലേസും കൊണ്ട് ലേസും ചെയ്തിരിക്കുക. എന്നിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്കും ചെയ്തിരിക്കുക. നെറ്റ് കോട്ടയിലാണ് ഇത് ചെയ്തേക്കുന്നത്. നെറ്റ് കോട്ടയാണ് ഇതിന്റെ ഫാബ്രിക്. ഇതാണ് മുന്താണി. ബ്ലൗസ് വന്നിട്ട് സെയിം തന്നെയാണ്, സെൽഫ് തന്നെയാണ്. ഇത് കണ്ടോ? ഫാബ്രിക് ഉണ്ടോ? ബ്ലൗസിന്റെ കയ്യെ പിടിപ്പിക്കാനായിട്ടും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാരി. ഇതിന്റെ വില 1100 ആണേ. അടുത്ത സാരി ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണേ. എന്നും ഒരിക്കലും ഇത് മങ്ങേലാത്ത ഒരു സാരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ പ്ലെയിൻ ബോർഡറും പ്ലെയിൻ വിത്ത് കോൺട്രാസ്റ്റ് ബോർഡർ. അതാണ് നല്ല. ഇത് 1499 റേറ്റിൽ പൊയ്ക്കൊണ്ടിരുന്ന സാരി ഇപ്പോഴത്തെ റേറ്റ് ഞാൻ പറയാം കേട്ടോ. ഇതാകെ സിംഗിൾ പീസസ് മാത്രമേ ഉള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലതിന് വല്ലതും ഒന്നിലധികം പീസസ് ഉണ്ടായിരിക്കാം. നല്ല സാരിയാണ്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 1499 ആണ്. ഇതാണ് മുന്താണി വരുന്നത് കണ്ടോ? ഈ സാരിയൊക്കെ ഒരു സമയത്ത് ഇത് ഓരോ സാരിയും ട്രെൻഡായിട്ട് വരുന്ന സമയത്ത് നല്ല റേറ്റ് വരുമല്ലോ. പിന്നീടാണ് അതിൻ്റെ റേറ്റ് കുറയുന്നത്. ഇപ്പോഴത്തെ വില, ഇതിൻ്റെ വില 899 കണ്ടോ? മുന്താണി ഇങ്ങനെ ഇരിക്കും. ഈ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആണ്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ. ഇതിങ്ങനെ ഓവർലോക്ക് ചെയ്തിരിക്കുന്നതായി കാണുന്നത് കേട്ടോ. അതിങ്ങനെ നൂലെഴിഞ്ഞു പോകാതിരിക്കും. പ്ലെയിന്, എന്നിട്ട് ഈ ഒരു വിത്ത് ഈ ഒരു ബോർഡറുമായിട്ട്. അതാണ് ബ്ലൗസ്. ഇതിൻ്റെ ബുട്ടാസിന്റെ അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ അങ്ങനത്തെ സാരീസ് നല്ല രസമല്ലേ? ചിലർക്ക് ചില സമയത്ത് നമുക്ക് ബുട്ടയൊക്കെ ഉള്ള സാരി കുറച്ചും കൂടെ ഹെവി ആയിട്ട് നിറച്ച ആഡംബരങ്ങളുള്ള സാരികളോട് ഒരു ഇത് വരും. ചില സമയത്ത് സിമ്പിൾ സാരിയാണ് നമുക്ക് നല്ലതെന്ന് തോന്നും അല്ലേ? ഒക്കേഷണലി അതല്ല അല്ലേ? ഇതൊക്കെ നല്ല വില കൂടിയ സാരി. ഇപ്പം ഇതിന്റെ ഒറിജിനൽ റേറ്റിനെ കഴിഞ്ഞും വില കൂടിയ തോന്നുന്ന സാരിയാണ് ഇത്. ഇപ്പൊ 899, വെറും 899 ഉള്ളൂ. ആകെ സിംഗിൾ പീസസ് ആണ്. ഏതോ 1-2 എണ്ണത്തിന് മാത്രം ഒന്നിലധികം പീസസ് ഉണ്ട്. കണ്ടോ? നല്ല സാരിയാണ്. ഈ മൺപ്ലീറ്റ്സ് ഒക്കെ ഇടാൻ നല്ലതാ. നല്ല സോഫ്റ്റ് ആണ് സ്റ്റഫ്.
സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ. ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാവേ. ബ്ലൂ, ഇത് ബ്ലാക്ക്, അടുത്തത് ബ്ലാക്ക്. ഈ പറഞ്ഞ പോലെ ആൻറ്റിക് ടച്ച് തരുന്ന ഒരു ഫിനിഷിങ്ങോട് കൂടിയുള്ള ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. മുന്താണി വരുമ്പോഴത്തേൻ്റെ ഇങ്ങനെ വരും. ഞാൻ ആദ്യത്തെ എൻ്റെ മുന്താണി കാണിച്ചല്ലോ, അതുകൊണ്ടാണ് ഇതിനെ അധികം നോർക്കാത്ത കേട്ടോ. ഡിസ്കൗണ്ട് ഐറ്റം ഒക്കെ എല്ലാവരും ഇങ്ങനെ ഓടിച്ച് പോകലാണ് പതിവ് അല്ലേ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 899 1499 എത്രയിൻ്റെ അങ്ങനെ എത്ര രൂപയുടെ ചേഞ്ച് ഉണ്ട്. ഒരു 600 രൂപ 60% ഡിസ്കൗണ്ട് റേറ്റിലാണ് തരുന്നത് കേട്ടോ. നല്ല സാരിയാണ്. ഇതിന് ചേരുന്ന ആൻറ്റിക് ജ്വല്ലറി ഒക്കെ ഇടുകയാണെങ്കിലുണ്ടല്ലോ ഞാൻ രസമായിരിക്കും എന്നറിയോ. നല്ല വിലപ്പകിട്ട് വിലമതിപ്പ് തോന്നും. ചില സമയത്ത് വാക്കുകൾ വായിൽ കുരുങ്ങിക്കിടക്കും അല്ലേ, കിടക്കുമോ? വാടാമുല്ല വിത്ത് നേവി ബ്ലൂ. വാടാമുല്ല കളറും നേവി ബ്ലൂ കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള സാരി. അല്ലേ, എന്തിനാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത് അല്ലേ? എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് അങ്ങനെ ശീലിച്ചു പോയി. മെറൂൺ ഇഷ്ടമില്ലാത്ത സ്ത്രീജനങ്ങളുണ്ടോ? ഉണ്ടാവാം. എനിക്ക് ചില സമയത്ത് മെറൂൺ വലിയ ഇഷ്ടമില്ല. ചില സമയത്ത് എന്നാൽ മെറൂൺ മതി എന്ന് പറയുകയും ചെയ്യും. പണ്ടൊക്കെ മെറൂണിനെ മാത്രം പ്രണയിച്ച് നടന്ന ഒരു കാലമുണ്ട്. എന്നെ എടുത്താലും മെറൂൺ, പിന്നെ ഒരിക്കലും എന്നെ എടുത്താലും ബ്ലാക്ക്. ഇപ്പൊ കയറിയേക്കുന്ന വൈറ്റും ക്രീമും മാറും, ഇടയ്ക്കിടയ്ക്ക് മാറും. ഇടയ്ക്ക് മഞ്ഞയായിരുന്നു, എന്നാലും എനിക്ക് മഞ്ഞ ഡ്രസ്സ് അധികമില്ല. ഞാനിപ്പോ അതൊക്കെ പാടുന്നത് എന്തിനാ? കൊതി തീരും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോന്നൊക്കെ. എനിക്ക് പാടാനൊന്നും പറ്റത്തില്ല. ഇത് എന്നെ ചുമ്മാ ആൾക്കാർ ചീത്ത വിളിക്കും. സാരി കാണിക്കും പെണ്ണുമ്പോൾ എന്റെ ഇടയ്ക്ക് പാട്ട് കച്ചേരി കൊണ്ട്. അതിന് ഞാൻ വേറൊരു ബ്ലോഗ് ചെയ്യാം അല്ലേ. ഇത് ഇനി മൊഡാൾ, പ്രിയപ്പെട്ട മൊഡാൾ. ഇത് നേരത്തെ മൊഡാൾ കാണിച്ചായിരുന്നു. അതിനകത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർ സദയം ക്ഷമിക്കണം. ഇത് മൊഡാളല്ല, ഇത് മൾബറി സിൽക്കാട്ടോ. മൾബറി സിൽക്ക്. പക്ഷെ മൊഡാൾ മിക്സ് ആണ്. ഒരു അറിയാവുന്നവർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. മൊഡാളല്ലെന്ന് ആരും പറയാം. എനിക്കറിയാവുന്നതല്ല. അങ്ങനെ നമ്മളങ്ങനെ കള്ളം പറയണ്ടല്ലോ എന്നോർത്ത് ഞാനുള്ളത് പറഞ്ഞു. ഞാനിപ്പോൾ ഇത് മൊഡാളാന്ന് പറഞ്ഞാലും 98% ആൾക്കാരും മൊഡാൾ. അത് പറഞ്ഞാൽ അത്രയ്ക്ക് റിപ്ലിക്കയാണ് ഇത് തമ്മിൽ, മൾബറി സിൽക്കും തമ്മിൽ. ഇത് നല്ലൊരു ചില്ലി റെഡ് കളർ കേട്ടോ. അയ്യോ എൻ്റെ ദൈവമേ, ഈ കാവിലെ ഭഗവതി നേരിട്ട് എഴുന്നള്ളി വന്നതാണോ എന്ന് ചോദിക്കുന്ന ടൈപ്പ് സാരിയായത്. അയ്യോ എന്നാ രസമാണെന്നറിയോ അത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, സത്യമായിട്ട് ഞാൻ പറയാം. ഞങ്ങൾക്ക് ഇത് ഒത്തിരി തവണ ഇതിന്റെ പല കളേഴ്സ് വന്നിട്ടുണ്ട്, ഇങ്ങനെ 6 പ്രിന്റുമായിട്ട്. കണ്ടോ, ഈ മൾബറി സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മോശപ്പെട്ട സാധനമൊന്നും അല്ല കേട്ടോ. അതിന് നല്ല റേറ്റ് ഉള്ള സാധനം തന്നെ. ഇതിന്റെ മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ഈ സാരി ഒന്ന് എടുത്ത് മാറ്റാവോ? ഞാൻ വെച്ചത് സ്റ്റൈലൊക്കെ നോക്കട്ടെ. ഇത് കണ്ടോ, മുന്താണി കണ്ടോ എന്നാ രസമാണ്. കണ്ടോ, നല്ലല്ലേ മുന്താണി. ഇത് ബ്ലൗസ്. സാരി ഇത് നല്ല ശരീരത്തോട് ഹഗ് ചെയ്ത് അങ്ങ് കിടക്കും. ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആണ്. നല്ല ബോഡി ഷേപ്പ് ഒക്കെ തോന്നും നമുക്ക്. ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആണ് ഇത്. ശരീരത്തോട്ട് ഇട്ടപ്പോൾ തന്നെ ഒരു തണുപ്പ്, ഒട്ടും ഇത് ബുദ്ധിമുട്ടില്ല. ഇങ്ങനത്തെ പോൾക്കാ ഡോട്ട്സ് വരുന്ന ബ്ലൗസിന്റെ അറ്റത്തും ബോർഡർ ഉണ്ട് കേട്ടോ. ഇത് തന്നെ അതാ ഞാൻ പറഞ്ഞത്, ഇത് തന്നെ ഫുള്ള് അങ്ങോട്ട് ഉടുക്കണം. അടിപൊളിയായിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മിക്കവാറും ഇത് എനിക്കിങ്ങനെ ഈ വീഡിയോ കാണിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എത്ര സാരി എടുത്തോണ്ട് പോക്കുണ്ടെന്നറിയോ. വിലയോ? അയ്യോ വില പറഞ്ഞില്ലല്ലേ. വില 3200, ഇപ്പോഴത്തെ വില 2200. അടുത്തത് ഇത് പ്യുവർ മോഡാളാണ്. നല്ലൊരു വാടാമുല്ല കളറ്, അജ്രക്ക് പ്രിന്റ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്, പ്യുവർ മോഡാള്. ഡ്രൈ വാഷേ പാടുള്ളൂ. ഇതിനു മുന്നേ കാണിച്ച സാരിയും റെഡ് സാരിയും ഡ്രൈ വാഷേ പാടുള്ളൂ. ഫസ്റ്റ് വാഷ് എങ്കിലും, മിനിമം ഫസ്റ്റ് വാഷ് എങ്കിലും ഡ്രൈ വാഷേ പാടുള്ളൂ. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്, നാച്ചുറൽ ഡൈ ആണ്, എല്ലാം പ്യുവർ ആണ്. അപ്പം അതിൻ്റെതായ കെയർഫുള്ളും ശ്രദ്ധയും കൊടുക്കണം. കൊടുക്കുന്നതിൻ്റെ വിലയായിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളെ ആൾക്കാർ വില മതിക്കും. ഹായ് നല്ല രസമുണ്ടല്ലോ അവരെ കാണാൻ, നല്ല ഗെറ്റപ്പ് ആണല്ലോ, നല്ല നീറ്റാണല്ലോ എന്നൊക്കെ ചിന്തിക്കും. ബ്ലൗസ് ഇത് കേട്ടോ, നല്ല കളറാണേ, നല്ല കളറാണ്. നല്ലൊരു പേസ്റ്റൽ വയലറ്റ്, എന്തോ നല്ല ഭംഗി, ഭയങ്കര രസം തോന്നും. ഷോൾ എടുത്ത് മാറ്റേണ്ടതായിരുന്നു. ഞാൻ തന്നെ എന്നെ നോക്കി ചിരിച്ച് കാണിക്കുക. ഇനി
ഇതിന്റെ വേറെ വില 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 ഇത്തെ പറയാം. ഇത് ഇൻഡിഗോ, സെയിം സാരി, ഇൻഡിഗോ ഷെയ്ഡ്. ഇതിന്റെ തന്നെ വേറൊരു പ്രിന്റിൽ ഞാൻ കഴിഞ്ഞിടയ്ക്ക് മൊഡാലിന്റെ സാരി റിഡക്ഷൻ കൊടുത്തായിരുന്നു. അപ്പൊ അന്ന് ശ്രദ്ധയിൽപ്പെടാതെ ഇരുന്ന സാരിയാണ്. ഒരു മിനിറ്റ്. ഇനി ഇതിന്റെ മുന്താണി കാണിച്ചോ. എന്താ മുന്താണി, നല്ല ഇൻഡിഗോ ഷെയ്ഡ്, നല്ല സാരിയാ. ബ്ലൗസ് കാണിക്കാതെ, ബ്ലൗസ് രണ്ടും സെയിം തന്നെ. ഇത് ഇപ്പൊ കാണിച്ച സാരിയും ഇതിന്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് ബ്ലൗസ്. ഇതിന്റെ വില വന്നിട്ട് 3800 സാരി 2800 രൂപ. പ്യുവർ മോഡലാണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്, നാച്ചുറൽ ഡൈ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇതേ ചെയ്യാവുള്ളൂ കേട്ടോ. ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ്. ഇനി അതല്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വാഷ് വേണമെങ്കിലും ചെയ്തോ, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ചെയ്യണം. ചിലർക്ക് അറിയാം ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ അത് ഇത് കളയണം എന്നൊക്കെ അറിയാം. അങ്ങനെ ചെയ്താൽ മതി. ഇതിന് പറയുന്നത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താ പറയാ, മഴയൊക്കെ ഉണ്ടോ? പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.